Hi dear students, welcome to OG series. Fluids ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് മുമ്പോട്ട് പോവാം. Fluids can be classified into two. Fluids രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, രണ്ട് പാർട്ടാണുള്ളത് പ്രോബ്ലംസ് ഒക്കെ. ഹൈഡ്രോസ്റ്റാറ്റിക്സ്, ഹൈഡ്രോഡൈനാമിക്സ്. ആൻഡ് ആസ് യു നോ, ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ക്യാൻ ഫ്ലോ. ദാറ്റ് മീൻസ് ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് പറയുന്നതാണ് ഫ്ലൂയിഡ്സ്. കാരണം ഇത് രണ്ടിനും ഒഴുകാൻ പറ്റും, ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ ഫിനോമിനൻസും എല്ലാ ഇക്വേഷൻസും എല്ലാ കോൺസെപ്റ്റും ലിക്വിഡിനും ഗ്യാസിനും അപ്ലിക്കബിൾ ആണ്, സോളിഡിന് അപ്ലിക്കബിൾ അല്ല. ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം, ഇക്വിലിബ്രിയം സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നെറ്റ് ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നമുക്ക് ഫോഴ്സ് ബാലൻസിങ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് അതെങ്ങനെ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നമ്മൾ ഫോഴ്സ് പറയുക പ്രഷറിൻ്റെ ടേംസിലാണ്. മീൻസ് ഒരു ഫ്ലൂയിഡ് ഒരു സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. സോ ഏരിയ 1 മീറ്റർ സ്ക്വയർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ നമുക്ക് പ്രഷർ ഈസ് ഈക്വൽ ടു എഫ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിത് പറയാൻ പറ്റും. എന്ത് പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് ആണ് പ്രഷർ. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വിലിബ്രിയം ചെയ്യുന്ന പോലെ നമുക്ക് പ്രഷറിനെയും ചെയ്യാം പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് ആ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ ഇക്വിലിബ്രിയം ഓഫ് പ്രഷർ അപ്ലൈ ചെയ്യാം. കാരണം പ്രഷറും ഫോഴ്സും സിമിലർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏരിയ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുത്താൽ മതി, ഞാൻ അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് കണക്ട് ചെയ്ത് തരാം. ഹൈഡ്രോസ്റ്റാറ്റിക്സ്, ദെൻ ഹൈഡ്രോഡൈനാമിക്സ്. ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ. ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് മോഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എനർജി കൺസർവേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിൽ പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് റെസ്റ്റിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ലിക്വിഡ് കോളം, ഇത്രയും ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡ് കോളത്തിൻ്റെ ബോട്ടം പോയിന്റിൽ, സപ്പോസ് ഇവിടുത്തെ പോയിന്റിൽ h ഹൈറ്റ് ബിലോ ദ സർഫസ് ഓഫ് ഫ്ലൂയിഡ്, ആ ഡെപ്തിൽ ആ ഫ്ലൂയിഡ് മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് h rho g. ഇവിടെ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറും P0 കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ h rho g പ്ലസ് P0. ഇതിൽ h rho g എന്ന് പറയുന്നത് ഗേജ് പ്രഷറാണ്. ഗേജ് പ്രഷർ എപ്പോഴും സ്റ്റാറ്റിക് സ്റ്റേറ്റിൽ ബാലൻസ്ഡ് ആയിരിക്കും. സ്റ്റാറ്റിക് സ്റ്റേറ്റിൽ ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പാസ്കൽസ് ലോ ഒക്കെ എഴുതുന്ന പോലെ ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് കണ്ടെയ്നർ എടുക്കുക. ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, നോൺ വിസ്കസ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതേ ലെവലിൽ ഹൊറിസോണ്ടൽ ലെവലിൽ അപ്പുറത്തെ സൈഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. സോ സെയിം ഹൊറിസോണ്ടൽ ലെവലിലുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആണ് നമുക്ക് പറയാം. ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇത്രയും വരുന്ന ലിക്വിഡ് കോളം താഴോട്ടേക്ക് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ പുഷ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പോകണം. പക്ഷെ അത് മുകളിലേക്ക് പോകാതിരിക്കുന്നത് ഇത്രയും ഹൈറ്റിൽ വരുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് കൊണ്ടാണ്, പ്രഷർ കൊണ്ടാണ്. സോ H1 ആൻഡ് ദിസ് ഇസ് H2 ആൻഡ് ഇമാജിൻ ദാറ്റ് ഇത് രണ്ട് ഫ്ലൂയിഡാണെന്ന് വിചാരിക്കുക. പകുതി ഒരു ഫ്ലൂയിഡും ബാക്കി പകുതി വേറെ ഫ്ലൂയിഡാണ്. ഞാൻ വേറെ കളർ കൊണ്ട് കാണിക്കാം. ഇപ്പോൾ രണ്ടിൻ്റെയും ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് rho 1 ആൻഡ് ദിസ് ഇസ് rho 2. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ബാലൻസ്ഡ് ആണ്. സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ ഫോഴ്സ് ബാലൻസ്ഡ് ആണ്. ഇവിടെ ഫോഴ്സ് നമുക്ക് പ്രഷറാക്കി ട്രീറ്റ് ചെയ്യാം. സോ രണ്ട് സൈഡിലെയും പ്രഷർ H1 rho 1 g is equal to H2 rho 2 g. ഇങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നൗ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒബ്ജക്റ്റ് പാർഷ്യലി ഓർ ഫുള്ളി ലിക്വിഡിൽ ഇമേഴ്സ് ആയി നിൽക്കുമ്പം ഫ്ലൂയിഡ് വിൽ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ഇറ്റ്. ഇറ്റ്സ് കോൾഡ് ബോയിൻ ഫോഴ്സ്. ബോയിൻ ഫോഴ്സിന്റെ വാല്യൂ വരുന്നത് ബോയിൻ ഫോഴ്സ് FB ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ് റോ, ആൻഡ് വോളിയം ഓഫ് ഇമ്മേഴ്സ്ഡ് പാർട്ട്, അതായത് ടോട്ടൽ വോളിയത്തിന്റെ എത്ര ഭാഗമാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന്റെ വോളിയം ഇൻറ്റു ഗ്രാവിറ്റി. ആൻഡ് വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്, ബോയിൻ ഫോഴ്സ് ഈസ് ആക്ടിങ് അപ്വേർഡ്. അതിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ, ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ mg ഈസ് ബാലൻസ്ഡ് ബൈ റോ വോളിയം ഇൻ g. g get cancel out. m is the mass of the object. Mass of the object can be written as density of the object into volume of the object. ഈ മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയാണ് സിഗ്മ.
that is equal to rho into V in. So sigma into total volume is equal to rho into inside volume. ഈ റോ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഈ മെറ്റീരിയൽ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ഫ്ലൂയിഡിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തെ വോള്യൂം, ടോട്ടൽ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻറ്റു മെറ്റീരിയൽ ടോട്ടൽ വോള്യൂം. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. സർഫസ് ടെൻഷൻ സ്റ്റാറ്റിക്സിൻ്റെ അടുത്ത കോൺസെപ്റ്റാണ്. അഡിസീവ് ഫോഴ്സും കോസീവ് ഫോഴ്സും ഒക്കെ ഞാൻ പറയുന്നില്ല. സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. അപ്പം നിയർ ബൈ മോളിക്യൂൾസ് ഒക്കെ അതിനെ പിടിച്ചു വലിക്കും ഡ്യൂ ടു കോസീവ് ഫോഴ്സ്. അപ്പോൾ എല്ലാ ഡയറക്ഷനും ഒരേപോലെ ഫോഴ്സ് വരുന്നതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിലാവും, ബാലൻസ്ഡ് ആവും. പക്ഷേ സർഫസ് മോളിക്യൂളിൻ്റെ പ്രശ്നം, സർഫസ് മോളിക്യൂളിൻ്റെ മുകൾ ഭാഗത്ത് എയറും താഴ്ഭാഗത്ത് അതേ മോളിക്യൂൾ തന്നെയാണ്. അപ്പം ഇത് H2 ആണെങ്കിൽ താഴെ H2 തന്നെയാണ്. അപ്പോൾ താഴേക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ കോഹസീവ് ഫോഴ്സ് ഉണ്ടാവും. മുകളിലേക്ക് എയർ ഈ H2 വിളിക്കുന്നത്, അവിടെയുള്ള എയർ മോളിക്യൂൾസ് ഈ H2 മുകളിലേക്ക് വിളിക്കും. പക്ഷെ അതൊരു വീക്കർ ഫോഴ്സ് ആണ്. അപ്പം ഇതിനെ നെറ്റ് ഫോഴ്സ് ബാലൻസ്ഡ് അല്ല, നെറ്റ് ഫോഴ്സ് ഇങ്ങനെ താഴോട്ടേക്ക് വരും. അപ്പോൾ സർഫസ് മോളിക്യൂളിന് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ. സോ അതിങ്ങനെ സ്ട്രെച്ചഡ് ആയിട്ട് നിൽക്കും. ആ ഫിനോമിനെ വിളിക്കുന്നവരാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ S is equal to S വേണം, നമുക്ക് T എഴുതാം. T is equal to force acting per unit length. Surface tension കാരണം ഫോം ചെയ്യപ്പെടുന്ന എനർജി is equal to surface tension into change in area. അതെങ്ങനെയാണ് പ്രോബ്ലം ആയിട്ട് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ ഓഫ് ദി ഇൻ്റർഫേസ്. സോ ഇതെങ്ങനെ ക്വസ്റ്റിലേക്ക് വരിക എന്നുള്ളത്, ക്വസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഒരു ഡ്രോപ്പ് ഫോം ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഡ്രോപ്പ് ഇനീഷ്യലി വാട്ടർ വേറൊരു ഷേപ്പിലാണ്, അതിങ്ങനെ ഒരു ഡ്രോപ്പ് ആയിട്ട് വരികയാണ്. ഡ്രോപ്പ് ആവുന്ന സമയത്ത് വർക്ക് ഡൺ ടു ഫോം ദിസ് ഡ്രോപ്പ്, ഈ ഡ്രോപ്പ് ഉണ്ടാക്കാൻ ചെയ്യേണ്ട വർക്ക് ഡൺ അല്ലെങ്കിൽ ഈ ഡ്രോപ്പിന്റെ സർഫസ് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. ഇനീഷ്യലി ഏരിയ 0 ആണ്, കാരണം ഇനീഷ്യലി ബബിൾ ആയിട്ട് ഡ്രോപ്പ് ആയിട്ടില്ല, സ്ഫിയർ ആയിട്ടില്ല. അപ്പോൾ ഇനീഷ്യലി ഏരിയ 0 ആണ്. ഫൈനൽ ഏരിയ 4πr², where r is the radius of the drop. So this is the work done, surface tension into change in area. Then ഒരു ചെറിയ ഡ്രോപ്പിനെ R1 റേഡിയസ് എന്ന് ഒരു വലിയ ഡ്രോപ്പാക്കി മാറ്റാനാണ് നമ്മൾ നമ്മുടെ വർക്ക് ഡൺ ചോദിച്ചത് എങ്കിൽ അവിടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. ഇനി ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. 4π പുറത്തേക്ക് എടുത്താൽ R2² മൈനസ് R1². ഓക്കെ, ദെൻ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ്. എക്സസ് പ്രഷർ പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അകത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഇച്ചിരി കൂടുതലായിരിക്കും. സോ എക്സസ് പ്രഷർ ΔP ഈസ് ഈക്വൽ ടു അകത്തുള്ള അമിത പ്രഷർ, ദാറ്റ് ഇസ് അകത്തുള്ള പ്രഷർ മൈനസ് പുറത്തുള്ള പ്രഷർ, ദാറ്റ് ഇസ് ΔP ഈസ് ഈക്വൽ ടു 2 times ഓഫ് സർഫസ് ടെൻഷൻ ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, ദെൻ ബബിൾ ഫോം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബബിൾ ഫോം ചെയ്യുമ്പോഴും വർക്ക് ഡൺ വേണം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. പക്ഷേ ഇവിടെ ബബിളുടെ ഉള്ളിലും എയർ ആണ്, പുറത്തും എയർ ആണ്. സോ 2 ഇന്റർഫേസ് വരും, അപ്പോൾ 2 സർഫസ് ഏരിയ വരും. സോ 2 × 4πr². ഒരു പെർട്ടിക്കുലർ സൈസ് നിന്ന് വലുതാക്കാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ആണെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു 2 × 4π, നേരത്തെ ചെയ്ത പോലെ തന്നെ R2² മൈനസ് R1². റെഡി? An excess pressure inside the bubble is equal to 2 സർഫസ് ഉള്ളത് കൊണ്ട് 2 times of 2T/R, so 4T/R. T is the surface tension. ക്ലിയർ അല്ലേ? അടുത്തത് കാപ്പിലറി റൈസ്. കാപ്പിലറി റൈസിലേക്ക് പോകുമ്പോൾ കാപ്പിലറി റൈസ് സംഭവിക്കുന്നത് മെനസ്കസ് ലിക്വിഡിന്റെ ഫ്രീ സർഫസ് കേർവ്ഡ് ആവുന്നതുകൊണ്ടാണ് കാപ്പിലറി റൈസ് സംഭവിക്കുന്നത്. കാപ്പിലറി റൈസ് കാരണം റൈസ് ചെയ്ത കോളത്തിന്റെ ഹൈറ്റ് H is equal to 2T divided by rho RG. ഇതിൽ R എന്ന് പറയുന്നത് ഈ മെനസ്കസിന്റെ കർവേച്ചർ റേഡിയസ് ആണ്. ആൻഡ് ദിസ് ഈസ് R. ആൻഡ് ട്യൂബിന്റെ റേഡിയസ്, അതായത് കാപ്പിലറി ട്യൂബിന്റെ റേഡിയസിന്റെ ടേമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ H is equal to 2T divided by rho RG into cos theta എന്ന് വരും. where theta is the angle of contact. And mass of the fluid, ഞാൻ മുകളിലേക്ക് റൈസ് ആയ ഇത്രയും ഫ്ലൂയിഡിന്റെ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം ഇസ് നത്തിങ് ബട്ട്
ഏരിയ ഇൻറ്റു ഹൈറ്റ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2t cos theta ഡിവൈഡഡ് ബൈ റോ ആർ ജി ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. സോ റോ ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു 2t cos of theta ഡിവൈഡഡ് ബൈ റോ ആർ ജി. ആറും ഒരാറും വെട്ടിപ്പോവും, ജിയും വെട്ടിപ്പോവും, ദെൻ റോയും വെട്ടിപ്പോവും. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം. സോ എം ഈസ് ഈക്വൽ ടു മാസ് ഈസ് ഈക്വൽ ടു പൈ ആർ 2t cos theta ഡിവൈഡഡ് ബൈ ജി. റൈസ് ആയ ഫ്ലൂയിഡിന്റെ മാസ് ഈസ് ഈക്വൽ ടു. ഗോട്ട് ഇറ്റ്? സോ അത്രയാണ് ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ പഠിക്കാനുള്ളത്. ദെൻ ഹൈഡ്രോഡൈനാമിക്സിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് നത്തിങ് ബട്ട് കൺസർവേഷൻ ഓഫ് മാസ്. ഇപ്പോൾ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറൻ്റ് ആയ നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലോ റേറ്റ് A1 V1 വിൽ ബി ഈക്വൽ ടു A2 V2. ഇവിടുത്തെ ഏരിയ ഇൻറ്റു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ദാറ്റ് വിൽ ബി ഈക്വൽ ടു വേറൊരു സൈഡിലെ ഏരിയ മാറിക്കഴിഞ്ഞാൽ അവിടെ സ്പീഡ് മാറും. AV ഈസ് എ കോൺസ്റ്റന്റ്. സോ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത് കൺസർവേഷൻ ഓഫ് മാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കൺസർവേഷൻ ഓഫ് മാസ്. നൗ കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ ലോസ് ഓഫ് മോഷനിലും വർക്ക് പവർ എനർജിയിലും റൊട്ടേഷനിലും ഒക്കെ മെക്കാനിക്കൽ എനർജി പറയുന്നത് സോളിഡ് ഒബ്ജക്റ്റിൻ്റെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോസിലും റൊട്ടേഷനിലും വർക്കിലും ഒക്കെ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി പറയുന്നത് ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്, സോളിഡ് ഒബ്ജക്റ്റ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്, സോളിഡ് ഒബ്ജക്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. സോളിഡിന് രണ്ട് മെക്കാനിക്കൽ എനർജി ഉള്ളൂ, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പക്ഷേ ലിക്വിഡിന് അങ്ങനെയല്ല. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പിന്നെ പ്രഷർ എനർജി ഉണ്ട്. അപ്പം ലോസ് ഓഫ് മോഷനിലൊക്കെ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഹാഫ് എം V1 സ്ക്വയർ പ്ലസ് എം ജി H1 വിൽ ബി ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ പ്ലസ് എം ജി H2. കൺസർവേഷൻ ഓഫ് എനർജി, അവിടെ രണ്ട് എനർജി ഉള്ളൂ. അതേ പരിപാടി തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ ഒരാളും കൂടെ വരും, ഒരു എനർജിയും കൂടെ വരും. മാത്രമല്ല ഇവിടെ മാസ് ഫിക്സ്ഡ് അല്ല, ഡെൻസിറ്റി ആണ് കോൺസ്റ്റന്റ് ആവുക. അപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം നമ്മൾ എഴുതുക. സോ പ്രഷർ എനർജി P1 പ്ലസ് പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഹാഫ് റോ V സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റോ GH ഈസ് എ കോൺസ്റ്റന്റ്. ആൻഡ് ദിസ് ഈസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ദെൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ റീഡ് ഇറ്റ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ. ദെൻ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഫ്ലൂയിഡ്. ഒരു കണ്ടെയ്നറിൽ ഒരു ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചു. ആ ടാങ്കിൻ്റെ സൈഡ് വാളിൽ നമ്മളൊരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. ആ ഹോള് നിൽക്കുന്ന പോയിന്റിൽ നിന്നും വാട്ടറിൻ്റെ ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റ് h ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gh. അപ്പം എത്രത്തോളം താഴോട്ടേക്കാണോ നമ്മൾ ഹോൾസ് ഇടുന്നത് അത്രത്തോളം ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റ് കൂടും ഫ്രം ദി ഹോൾസ്. അപ്പോൾ വെലോസിറ്റി കൂടും. സോ ഇതാ നിങ്ങൾ നോക്ക്, ഈ പോയിന്റിൽ ഇത്രയാണ് ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റ്. ഈ പോയിന്റിലുള്ള ഹോളിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വാട്ടർ ലെവലിന് ഫ്രീ സർഫസിലേക്ക് കൂടുതൽ ഹൈറ്റ് ഉണ്ട്, താഴേക്ക് പോകുമ്പോൾ കൂടുതൽ ഹൈറ്റ് ഉണ്ട്. സോ വെലോസിറ്റി ഇൻക്രീസസ് വെൻ ദ പൊസിഷൻ ഓഫ് ദ ഹോൾ മൂവ്സ് ഡൗൺ. ദെൻ സ്റ്റോക്സ് ലോ, ലാസ്റ്റ് പരിപാടിയാണ് ഫ്ലൂയിഡ്സിലെ. സ്റ്റോക്സ് ലോ നമുക്കറിയാം, ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ ഒരു ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതർ ദാൻ ബോയിന്റ് ഫോഴ്സ്. ഇപ്പം എയർ റെസിസ്റ്റൻസ് ഒക്കെ ഒരു വിസ്കസ് ഫോഴ്സ് ആണ്. സ്റ്റോക്സ് ലോ പ്രകാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇക്വേഷനാണ് നമ്മൾ എയർ റെസിസ്റ്റൻസിനൊക്കെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ അവിടെ നിന്നാണ് ആ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. എനിവേ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ ഓർ ഒരു ഫ്ലൂയിഡിലൂടെ എയറിലോ അല്ലെങ്കിൽ ലിക്വിഡോ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിലൂടെ ഐഡിയൽ കേസിൽ ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുമ്പം ആ സ്പെറിക്കൽ ഒബ്ജക്റ്റിന് ആ ഫ്ലൂയിഡ് മുകളിലേക്ക് ഒരു വിസ്കസ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ലൈക്ക് എ റെസിസ്റ്റൻസ് ഫോഴ്സ്. ഇറ്റ്സ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് 6π∗RV, where eta is the coefficient of viscosity, V is the velocity of the object. അങ്ങനെ ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റ് എയറിലൂടെ താഴേക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത് അതിന് താഴേക്ക് അതിൻ്റെ വെയിറ്റ് ഉണ്ടാവും mg, മുകളിലേക്ക് ബോയിന്റ് ഫോഴ്സും ഉണ്ടാവും, ഇപ്പം നമ്മൾ പഠിച്ച വിസ്കസ് ഫോഴ്സും ഉണ്ടാവും. അങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇതിൻ്റെ വെയിറ്റും അപ്വേർഡ് ഫോഴ്സായ ബോയിന്റ് ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സ് ഇത് രണ്ടും ഈക്വൽ ആവും. ഈക്വൽ ആവുന്ന സമയത്ത് ഈ സ്പെറിക്കൽ ഒബ്ജക്റ്റിൻ്റെ നെറ്റ് ഫോഴ്സ് 0 ആവും. നെറ്റ് ഫോഴ്സ് 0 ആയാൽ ആക്സിലറേഷൻ 0 ആവും, പിന്നെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. അപ്പോൾ
ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിലേക്ക് തന്നെ വീഴുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂടി വരും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി ഫർദർ ഇൻക്രീസ് ചെയ്യാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. അതിന്റെ ഇക്വേഷനാണ് ഇത്. R is the radius of that falling spherical object. Rho is the density of the material. താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റിന്റെ എന്ത് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത് അതിന്റെ ഡെൻസിറ്റി മൈനസ് സിഗ്മ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഇനി കൺഫ്യൂഷൻ വരണ്ട, കൂട്ടത്തിൽ വലിയ ഡെൻസിറ്റിയിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ആൻഡ് ഈറ്റ ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ ഫ്ലൂയിഡ്സ്. അത്രയാണ് നമുക്ക് ഫ്ലൂയിഡ്സിൽ മേജർ ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നന്നായി പഠിക്കുക. OG സീരീസിലെ ലൈവിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കൃത്യമായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.